വലിയ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ സഭയിൽ നിന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ആ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടയിലും മറുപടി നൽകുകയാണ് ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും നിങ്ങളുടെ അംഗങ്ങൾ അങ്ങോട്ട് ഇരുത്തിച്ചാൽ മൈക്ക് തരും. അല്ല ഭീഷണിയൊന്നുമില്ല. ഒരു ക്വസ്റ്റ്യൻ അവർ പോലും നടത്താൻ വിടില്ല എന്ന് പറഞ്ഞാൽ അത് പ്യൂർലി അൺഫെയർ ആണ്. ക്വസ്റ്റ്യൻ അവർ പോലും നടത്താൻ വിടില്ല പറഞ്ഞാൽ പ്യൂർലി അൺഫെയർ ആണ്. ഇറ്റ്സ് പ്യൂർലി അൺഫെയർ. ഞാൻ വളരെ ക്ലിയർ ആയി ചെയർ പറഞ്ഞു എന്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ഡിനൈ ചെയ്തത്. അത് പറഞ്ഞു ഫ്ലോറിൽ. ടെൽ ദം ടു ഗോ ആൻഡ് ടേക്ക് ദി സീറ്റ്. അവിടെ പോയിരിക്കാൻ പറ. ഇതിനകത്ത് ചെയർ നൽകുന്നതാണ്. നിങ്ങൾ അവിടെ പോയിരുന്നാൽ തരും. ആരാണ് ലീഡർ? ആരാണ്? ഒരുപാട് ലീഡറുണ്ട് ഒപ്പോസിഷന്. ആരാണ് ഒപ്പോസിഷൻ ലീഡർ? ആരാ പറ. ശ്രീ വി ജോയ്. പ്ലീസ് ജോയ് പ്ലീസ്. ശ്രീ പി ജോയ് പ്ലീസ്. ഇത് കഴിഞ്ഞിട്ട് തരാം. സർ, സുതാര്യവും സുഗമവുമായി പ്രവർത്തിക്കുന്ന നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധമാണ്. സ്പീക്കർ ശബ്ദമുയർത്തിയതടക്കം നമ്മളിപ്പോൾ കണ്ടു. പ്രതിപക്ഷ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ പോലും സാധിക്കാത്ത തരത്തിൽ വലിയ പ്രതിഷേധം പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് നടത്തുകയാണ് സഭയിൽ ഇപ്പോൾ പ്രതിപക്ഷം. ഭരണപക്ഷവും പ്രതിപക്ഷവും നേർക്കുനേർ തമ്മിലടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഭരണപക്ഷവും പ്രതിപക്ഷവും വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. തത്സമയത്ത് നഷ്ടപ്പെടുന്നവർക്ക് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പരമാവധി എത്ര രൂപയാണ് അനുവദിക്കുന്നത്? മത്സ്യബന്ധന വകുപ്പ് അനുവദിക്കുന്ന തുകയ്ക്ക് പുറമെ ഈ തുക അനുവദിക്കാൻ വ്യവസ്ഥയുണ്ടോ? ബഹുമാനപ്പെട്ട സിഎം സർ, മത്സ്യബന്ധന ഘട്ടത്തിൽ അപകടം പറ്റുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സഹായം നൽകുന്നതിനുള്ള പദ്ധതി നേരത്തെ വി അരുൺ ചേരുന്നു വിവരങ്ങളുമായി നിയമസഭയിൽ നിന്നും. അരുൺ, വലിയ പ്രതിപക്ഷ പ്രതിഷേധം നടക്കുന്നു. എന്താണിപ്പോൾ സംഭവിക്കുന്നത്? എന്തൊക്കെയാണ് അവിടെ പറയുന്നത്? ഘട്ടങ്ങളിൽ രൂക്ഷമായ വാക്കേറ്റമാണ് ഇപ്പോൾ വി ജോയും പ്രതിപക്ഷ എംഎൽഎമാർ തമ്മിലുണ്ടായത്. മുഖ്യമന്ത്രിയുടെ ചോദ്യങ്ങൾ ചോദിച്ചത് വി ജോയെ, അതേസമയം പ്രതിപക്ഷത്തിന് ആരോ ഇടപെട്ടു. അപ്പോഴാണ് മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന വാദവുമായി വി ജോയ് രൂക്ഷമായ ഭാഷയിൽ പ്രതിപക്ഷത്തെ വിമർശിച്ചത്. തുടർന്ന് പ്രതിപക്ഷത്തിനും വലിയ ഒച്ചപ്പാടുണ്ട്. പ്രതിപക്ഷത്തിലെ പ്രതിഷേധങ്ങൾ ഇപ്പോൾ സഭാ ടിവിയിൽ കാണാൻ കഴിയാത്ത സാഹചര്യമാണ്. കാരണം മറുപടി പറയുന്ന മുഖ്യമന്ത്രിയും ചോദ്യം ചെയ്യുന്ന എംഎൽഎമാരെ മാത്രമാണ് ഈ സഭാ ടിവി വഴി ഉള്ള ദൃശ്യങ്ങളിൽ കാണുന്നത്. പ്രതിപക്ഷം ശക്തമായി തന്നെ പ്രതിഷേധിക്കുന്നു. ഇതിനിടെ മുഖ്യമന്ത്രി ഈ വിവാദത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. ചോദ്യോത്തരവേള സ്പീക്കർ പറഞ്ഞിട്ടും ഈ ഭരണപക്ഷത്തിന്റെ എതിരെയുള്ള വിമർശനം ഇപ്പോൾ പ്രതിപക്ഷ സംസാരിക്കുകയാണ്. നേരത്തെ സ്പീക്കർ ആരാണ് പ്രതിപക്ഷ നേതാവ്, എന്തിനേറെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരുന്നു, അതിന് മറുപടി പറയുകയാണ് ഇപ്പോൾ വി ഡി സതീശൻ. അതിലേക്ക് ചോദിച്ചത് ആരാണ് പ്രതിപക്ഷ I register my strong protest. There is an impropriety in your question. There is an impropriety. സ്പീക്കറുടെ കസേരയിൽ ഇരുന്നുകൊണ്ട് അങ്ങ് പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് ചോദിച്ചത് അങ്ങയുടെ പക്വതയില്ലായ്മയോട് തെളിയിക്കുന്നത് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഇവിടെ ഞങ്ങൾ അങ്ങ് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ഒരു സ്പീക്കറും ആ കസേരയിൽ നിന്ന് ചോദിക്കാത്ത ചോദ്യമാണ് ചോദിച്ചത്. സ്പീക്കർ പദവിക്ക് അപമാനകരമായ ചോദ്യമാണ് അങ്ങ് ഉന്നയിച്ചത്. ഇവിടെ അങ്ങ് കൂട്ടുകയാണ്. ഈ സർക്കാരിന്റെ എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിന്ന് പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളാണ് അങ്ങ് ഹനിച്ചത്. സാർ, അതുകൊണ്ട് ഞങ്ങൾ ഈ ചോദ്യോത്തര വേള ഞങ്ങൾ പ്ലീസ് ഒന്ന് കേൾക്കണം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. ഏതായാലും ഫ്ലോറിൽ ഡോക്യുമെന്റ് ചെയ്യേണ്ടതാണല്ലോ. ചെയർ പറയാം. യെസ് സാർ, ചെയറിനെതിരായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തുടർച്ചയായി അധിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അധിക്ഷേപത്തിന്റെ പാരമ്യമാണ് ഇന്ന് നാം കണ്ടത്. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും അപക്വമതിയായ പ്രതിപക്ഷ നേതാവ് എന്ന പദവിക്ക് അദ്ദേഹം ഇതോടുകൂടി അർഹനായിരിക്കുകയാണ്. ഈ ഫ്ലോറിൽ നിയമസഭയുടെ ചരിത്രം നോക്കിയാൽ
ഒരു പ്രതിപക്ഷ നേതാവും ചെയറിനെ ഇതുപോലെ അധിക്ഷേപിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങ് ശക്തൻ കൗൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അങ്ങയുടെ ഡിസ്ക്രിഷണറി റൈറ്റിനെ കുറിച്ച് ഒരു ചോദ്യത്തിന്റെ അഡ്മിസിബിലിറ്റി സംബന്ധിച്ച് ശക്തൻ കൗൾ ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ വ്യക്തമാക്കുകയുണ്ടായി. ഏറ്റവും ആധികാരികമായിട്ടുള്ള പാർലമെന്ററി പ്രാക്ടീസ് സംബന്ധിച്ച അവസാന വാക്ക് ശക്തൻ കൗളാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശക്തൻ കൗളിന് മുകളിൽ തന്നെ സ്വയം പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ആ പ്രതിപക്ഷ നേതാവിന്റെ അഹന്തയും അപക്വമായിട്ടുള്ള പെരുമാറ്റവും ഈ സഭയുടെ അന്തസ്സിനെ ഹനിക്കുന്നതാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട CM ഇവിടെ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞതുപോലെ നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ ഇതേവരെ ഉണ്ടായിട്ടില്ലാത്ത അധിക്ഷേപ വാക്കുകളാണ് ചെയറിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായത്. സർ, നമ്മൾ ഈ ബഹുമാനപ്പെട്ട എന്ന് മുന്നിൽ ചേർക്കുന്നത് നമ്മുടെ ഒരു പാർലമെന്ററി നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ്. ആ പരസ്പര ബഹുമാനം നമ്മൾ നിലനിർത്തി പോകുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞതുപോലെ നിലവാരമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് താൻ എന്ന് അദ്ദേഹം പല ഘട്ടങ്ങളിലുള്ള നടപടികളിലൂടെ ഇവിടെ തെളിയിച്ചിട്ടുണ്ട്. സർ, അതിന്റെ പാരമ്യത, അതിന്റെ മൂർധന്യ ദശയാണ് ഇന്ന് കണ്ടത്. അത് എത്രമാത്രം ഈ തരത്തിൽ അധപ്പതിക്കാം എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ ഈ വാക്കുകൾ തെളിയിക്കുന്നത്. ഇത് ഈ സഭ അവജ്ഞയോടെ തള്ളുകയാണ്, ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതില് ഇപ്പൊ ഉണ്ടായ പ്ലീസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, പാർലമെന്ററി മിനിസ്റ്ററും മുഖ്യമന്ത്രിയും പറഞ്ഞു. പ്ലീസ് ബഹുമാനപ്പെട്ട ശിവൻകുട്ടി ഇരിക്കണം പ്ലീസ്. ഇതില് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായ പരാമർശം തീർത്തും നിർഭാഗ്യകരമാണ്. പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പം ചെയർ മൈക്ക് നൽകി. അദ്ദേഹത്തിന്റെ അംഗങ്ങളോട് തിരിച്ച് ചെയറിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഏതാണ്ട് എല്ലാ അംഗങ്ങളും പോയപ്പോഴും ശ്രീ മാത്യു കോയൽനാട് ഇവിടെ നിന്ന് ബഹളം വെച്ചു. അതുകൊണ്ടാണ് അത്തരമൊരു ചോദ്യം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ചോദിക്കേണ്ടി വന്നത്. കാരണം പ്രതിപക്ഷ നേതൃത്വം നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ട് പോലും ഒരംഗം ഇവിടെ നിന്ന് ചെയറിന് അഭിമുഖമായി നിന്ന് ബഹളം വെച്ചപ്പോഴാണ് അത്തരമൊരു ചോദ്യം ചോദിച്ചത്. പ്രതിപക്ഷ നേതാവ് ചെയറിനെതിരെ നടത്തിയ ഒരു പരാമർശവും സഭാരേഖയിൽ ഉണ്ടായിരിക്കുന്നതല്ല. ശ്രീമതി ശാന്തകുമാരി. സർ, കേരളത്തില് വളരെ അഭിമാനത്തോടുകൂടി ഞാനിപ്പോൾ പറയുന്നത്, പ്രതിപക്ഷത്തെ വിമർശിച്ചിരിക്കുകയാണ് നേരത്തെ സ്പീക്കർ. ചോദ്യോത്തരവേള പോലും അനുവദിക്കില്ലെന്ന നിലപാട് ശരിയല്ല, ഇത് തീർത്തും അനുചിതമാണ്. പ്രതിപക്ഷത്തിന്റെ നേതാവ് ആരെന്ന് സ്പീക്കർ ചോദിച്ചു. ഒരുപാട് പ്രതിപക്ഷ നേതാക്കന്മാരുണ്ടോ എന്നും ചോദ്യം. ഇത് സംബന്ധിച്ച് സഭയിൽ വലിയ രൂക്ഷമായ വാക്കേറ്റമാണ് ഉണ്ടായത്. വി ജോയും പ്രതിപക്ഷ MLA-മാരുമായി അടക്കം വാക്കേറ്റമുണ്ടായി. സ്പീക്കർക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതിപക്ഷവും പ്രതിഷേധം അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് അടക്കം സഭ വിട്ടിറങ്ങി അല്പസമയം മുൻപ്. ആരാണ് പ്രതിപക്ഷ നേതാവെന്ന് ചോദിച്ചത്. അങ്ങയുടെ അപക്വമായ നിലപാടാണെന്നാണ് സ്പീക്കർക്ക് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി ഉണ്ടായത്. എന്തായാലും ചോദ്യോത്തരവേള ബഹിഷ്കരിച്ച് പ്രതിപക്ഷം ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച മുഖ്യമന്ത്രി അടക്കം പ്രതികരണം നടത്തിക്കഴിഞ്ഞു. സഭയുടെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത പെരുമാറ്റമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്നാണ് മുഖ്യമന്ത്രി അടക്കം പ്രതികരിച്ചത്. BV അരുൺ ചേരുന്നു സഭയിൽ നിന്നും വിവരങ്ങളുമായി. സഭ വിട്ടിറങ്ങി പ്രതിപക്ഷം അല്ലേ അരുൺ? ചോദ്യോത്തരവേള ബഹിഷ്കരിക്കുകയാണ് പ്രതിപക്ഷം. അവർ തിരികെ വരാൻ തന്നെയാണ് സാധ്യത. ചോദ്യോത്തരവേള മാത്രം ബഹിഷ്കരിക്കുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അതായത് ശൂന്യവേദ തുടക്കത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മലപ്പുറം പരാമർശം ബന്ധപ്പെട്ട സഭ നിർത്തിവെക്കണമെന്ന സഭാ നടപടി നിർത്തിവെക്കുന്ന ഉപക്ഷേപം അവതരിപ്പിക്കാൻ പ്രതിപക്ഷം തിരികെ സഭയിലേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ചോദ്യോത്തരവേള മാത്രമാണ് അവർ ബഹിഷ്കരിക്കുന്നത്. പക്ഷേ സഭയിൽ നിന്നുണ്ടായത് അത്ര സാധാരണമല്ലാത്ത രംഗങ്ങളാണ്. ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷ പ്രതിഷേധം നേരത്തെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇന്ന് സ്പീക്കറുടെ ചില പരാമർശങ്ങളാണ് ഈ സഭാതലത്തെ വീണ്ടും ചൂടുപിടിപ്പിക്കുന്നതിനെ വിവാദത്തിലാക്കിയത്. പ്രതിപക്ഷത്തെ ഈ ചോദ്യോത്തരവേള ബഹിഷ്കരണത്തിലേക്ക് പോലും നയിച്ചത് സ്പീക്കറുടെ ചില പരാമർശങ്ങളാണെന്നത് വസ്തുതയാണ്. കാരണം പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം തുടർന്നു. പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ എഴുന്നേറ്റു. അപ്പോൾ സ്പീക്കർ പ്രതിപക്ഷ അംഗങ്ങളോട് തിരികെ സീറ്റിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് അത് ആ രീതിയിൽ ബാക്കിയെല്ലാ അംഗങ്ങളും പിന്മാറുകയും ചെയ്തു. എന്നിട്ടും മാത്യു കോയൽനാടൻ അവിടെ പ്രതിഷേധം തുടർന്നു. അപ്പോഴാണ് ആരാണ് പ്രതിപക്ഷ നേതാവ്, ഒന്നിൽ കൂടുതൽ പ്രതിപക്ഷ നേതാക്കൾ ഉണ്ടോ എന്ന ചോദ്യം. അത് തികച്ചും അസാധാരണമായ ഒരു ചോദ്യമാണ്. അത് പ്രതിപക്ഷത്തെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചു. ഒരു സ്പീക്കറും ഇതിനു മുമ്പ് ചോദിക്കാത്ത പെരുമാറാത്ത തരത്തിലുള്ള പെരുമാറ്റമാണ് സ്പീക്കറുടെ ഭാഗത്തുണ്ടായിരുന്ന രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റു. അതിശക്തമായ നിശ്ചിതമായ വിമർശനം സ്പീക്കർക്കെതിരെ പ്രതിപക്ഷ
നേതാവ് ഉന്നയിച്ചു. ഇത്തരത്തിൽ ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന് ചോദിച്ചത് അങ്ങയുടെ അപക്വമായ നിലപാടാണെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. സ്പീക്കർ പദവിക്ക് അപമാനമാണത്, ഒരു സ്പീക്കറും ഇങ്ങനെ ചോദിച്ചിട്ടില്ല. അതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ ചോദ്യോത്തരവേള ബഹിഷ്കരിക്കുന്നുവെന്ന് പറഞ്ഞ് പ്രതിപക്ഷം സഭയ്ക്ക് പുറത്തേക്ക് സഭാ ഹാളിൽ നിന്ന് പുറത്തേക്ക് പോയി. തുടർന്ന് പാർലമെന്ററി കാര്യമന്ത്രി എം.പി. രാജേഷ് എഴുന്നേറ്റു. സ്പീക്കറെ നിരന്തരം പ്രതിപക്ഷ നേതാവ് അപമാനിക്കുന്നു, അതിന്റെ പാരമ്യമാണ് ഇന്ന് കണ്ടത്. കേരള ചരിത്രത്തിലെ ഏറ്റവും അപക്വമതിയായ പ്രതിപക്ഷ നേതാവാണ് വി.ഡി. സതീശൻ എന്ന് എം.പി. രാജേഷ് വിമർശിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ അഹന്തയും അപക്വമായ പെരുമാറ്റവും സഭയ്ക്ക് ചേർന്നതല്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു. തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതേ വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചു. സഭാചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത പെരുമാറ്റമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് ഉണ്ടായത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നമ്മൾ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരു ബഹുമാനം ഉണ്ടാകാറുണ്ട്. അത് പാർലമെന്ററി മര്യാദയുടെ ഭാഗമാണ് പരസ്പര ബഹുമാനം. എന്നാൽ അദ്ദേഹം പല ഘട്ടങ്ങളും തെളിയിക്കുന്നത് താൻ നിലവാരമില്ലാത്ത പ്രതിപക്ഷ നേതാവാണ് എന്നതാണ്. ഒരു പ്രതിപക്ഷ നേതാവ് എത്രമാത്രം അധപ്പതിക്കാമെന്നതിന്റെ തെളിവാണ് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ. ഇത് ആപജ്ഞയോടെ തള്ളുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഈ സമയം പ്രതിപക്ഷം സഭയിൽ ഉണ്ടായിരുന്നില്ല. തുടർന്ന് സ്പീക്കർ വിഷയത്തിൽ റൂളിംഗ് നൽകി. പ്രതിപക്ഷ നേതാവിന്റെ ഇടപെടൽ ദൗർഭാഗ്യകരമാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടും മാത്യു കുഴൽനാടൻ തിരികെ സീറ്റിലേക്ക് മടങ്ങിയില്ല, അവിടെ നിന്ന് ബഹളം വെച്ചു. അതുകൊണ്ടാണ് ഒന്നിലേറെ പ്രതിപക്ഷ നേതാക്കളുണ്ടോ ചോദ്യം താൻ ചോദിച്ചത് എന്നും സ്പീക്കർ പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന്റെ പരാമർശങ്ങൾ, സ്പീക്കറെ അപമാനിച്ച സ്പീക്കർക്കെതിരെ പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ പരാമർശങ്ങൾ സഭാരേഖകളിൽ ഉണ്ടാകില്ലെന്നും സ്പീക്കർ റൂൾ ചെയ്തു. ഏതായാലും തികച്ചും അത്യസാധാരണമായ നടപടിക്രമങ്ങൾക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ബഹളത്തിന് തന്നെയാണ് സഭ സാക്ഷ്യം വഹിക്കുന്നത്. ചോദ്യോത്തരവേള മുതൽ ഈ ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. ഏതായാലും തുടർന്നും സഭ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് സാധ്യത. ചോദ്യോത്തരവേളയ്ക്ക് ശേഷം ശൂന്യവേള തുടക്കത്തിൽ പ്രതിപക്ഷം സഭയിലേക്ക് തിരികെ എത്താനാണ് സാധ്യത. ചോദ്യോത്തരവേള മാത്രമാണ് പ്രതിപക്ഷം ബഹിഷ്കരിച്ചെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും പ്രതിപക്ഷ നേതാവിന്റെ ഇടപെടൽ അത് ദൌർഭാഗ്യകരമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടും മാത്യു കുഴൽനാടൻ തിരികെ സീറ്റിലേക്ക് മടങ്ങിയില്ല, അവിടെ നിന്ന് ബഹളം വെച്ച് അതുകൊണ്ടാണ് അത്തരം ഒരു ചോദ്യം ചോദിച്ചതെന്നാണ് സ്പീക്കർ പ്രതികരിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ പരാമർശങ്ങൾ സഭാരേഖകളിൽ ഉണ്ടാകില്ല എന്നും സ്പീക്കർ പറയുന്നു. എന്തായാലും ഇപ്പോൾ അല്പസമയം മുൻപ് സംഭവിച്ച സംഭവങ്ങൾക്കെല്ലാം സ്പീക്കറിന്റെ ആ ഒരു ചോദ്യം വലിയ തരത്തിലാണ് പ്രതിപക്ഷ നേതാവിനെ പ്രകോപിപ്പിച്ചത്. ആരാണ് പ്രതിപക്ഷ നേതാവ്, ഒന്നിലധികം പ്രതിപക്ഷ നേതാക്കന്മാരുണ്ടോ സഭയിൽ എന്നുള്ള സ്പീക്കറിന്റെ എൻ ഷംസീറിന്റെ ചോദ്യമാണ് പ്രതിപക്ഷ നേതാവിനെ ചൂടിപ്പിച്ചതെന്ന് മനസ്സിലാക്കണം. എന്തായാലും ചോദ്യോത്തരവേള ബഹിഷ്കരിച്ച പ്രതിപക്ഷം ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുകയാണ്. അല്പസമയത്തിനു ശേഷം അടുത്ത നടപടിക്രമങ്ങൾക്കായി പ്രതിപക്ഷം തിരികെ വരും. ഇപ്പോഴും ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകുകയാണ്. സഭയിൽ വലിയ പ്രതിഷേധത്തിനാണ് അല്പസമയം മുൻപ് സാക്ഷ്യം വഹിച്ചത്. ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള വാക്കേറ്റത്തിനും സഭ സാക്ഷിയായി. സഭയുടെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത പെരുമാറ്റമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. നിലവാരമില്ലാത്ത പ്രതിപക്ഷ നേതാവാണ് താനെന്ന് അദ്ദേഹം പല ഘട്ടങ്ങളിലൂടെ തെളിയിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിന്റെ മൂർധന്യ ദശയാണ് ഇപ്പോൾ കണ്ടത്. എത്രമാത്രം അധപതിക്കാമെന്നതിന്റെ തെളിവാണ് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ. ഇത് സഭ അവജ്ഞതയോടെ തള്ളുന്നു എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്കെതിരെ പ്രതികരിച്ചു ഇറങ്ങിപ്പോയതിനോടുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അദ്ദേഹത്തിന്റെ വാക്കുകൾ അങ്ങനെയായിരുന്നു. ഒപ്പം സ്പീക്കറെ നിരന്തരം പ്രതിപക്ഷ നേതാവ് അപമാനിക്കുന്നു എന്നാണ് എം.പി. രാജേഷ് മന്ത്രി അദ്ദേഹം പറഞ്ഞത്. അതിന്റെ പാരമ്യമാണ് ഇന്ന് കണ്ടത്. കേരള ചരിത്രത്തിലെ ഏറ്റവും അപക്വമതിയായ പ്രതിപക്ഷ നേതാവാണ് വി.ഡി. സതീശനെന്നും പറയുന്നു എം.പി. രാജേഷ്. ഒപ്പം പ്രതിപക്ഷ നേതാവിന്റെ അഹന്തയും അപക്വമായ പെരുമാറ്റവും സഭയ്ക്ക് നല്ലതല്ല എന്നും കൂടി എം.പി. രാജേഷ് പറഞ്ഞു. സ്പീക്കർക്കെതിരായ ശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് സഭയ്ക്ക് പുറത്തേക്ക് പോയത്. ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന ചോദിച്ചത്. അങ്ങയുടെ അപക്വമായ, അതായത് എം.പി. രാജേഷിന്റെ സ്പീക്കറുടെ അപക്വമായ നിലപാടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ്. സ്പീക്കർ പദവിക്ക് അപമാനമാണ്, ഒരു സ്പീക്കറും ഇങ്ങനെ ചോദിച്ചിട്ടില്ല. ചോദ്യോത്തരവേള ബഹിഷ്കരിച്ചിരിക്കുന്നു. ഇപ്പോൾ പ്രതിപക്ഷ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ് സഭയിൽ. ചോദ്യം നമ്പർ 3 ശ്രീ ചന്ദ്രശേഖരൻ, ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി. ഉണ്ട് കേരളത്തിലെ കൃഷിഭൂമിയുടെ ദൗർലഭ്യം, ഉയർന്ന ജനസാന്ദ്രത, ഉൽപാദന ഘടകങ്ങളുടെ വിലവർദ്ധനവ്, ഉയർന്ന കൂലി നിരക്ക് എന്നിവ കേരളത്തിന്റെ കാർഷിക ഉൽപാദനത്തെ ദോഷകരമായി ബാധിക്കുന്ന ഘടകങ്ങളാണ്. എന്നാൽ ലഭ്യമായ കൃഷിഭൂമി പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നത്.
കേരളത്തിന്റെ ആവശ്യകതയ്ക്കനുസരിച്ച് ഉൽപാദനം നടത്താൻ മേൽഘടകങ്ങൾ തടസ്സമായി നിൽക്കുന്നതിനാലാണ് കേരളം ഭക്ഷ്യവസ്തുക്കൾക്കായി മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത്. കാലാവസ്ഥാ വ്യതിയാനം, പ്രകൃതിക്ഷോഭം എന്നിങ്ങനെയുള്ള കാരണങ്ങളാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ കൃഷി നശിക്കുന്ന സാഹചര്യങ്ങളിൽ കേരളത്തിലും ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യതക്കുറവും അതുവഴി വിലക്കയറ്റവും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ സപ്ലൈകോ, കൺസ്യൂമർ ഫെഡ്, മറ്റ് സഹകരണ സ്ഥാപനങ്ങൾ എന്നിവയിലൂടെ സർക്കാർ നടത്തുന്ന ശക്തമായ വിപണി ഇടപെടലിലൂടെ പൊതുവിപണിയിലെ വിലക്കയറ്റം വലിയ തോതിൽ നിയന്ത്രിക്കുവാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സർ ബി ഉണ്ട്. സംസ്ഥാനത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം സംബന്ധിച്ച വിവരങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി 23/11/2023 ഗവൺമെന്റ് ഓർഡർ പ്രകാരം ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി സംസ്ഥാനതല കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. നിയമസഭയിൽ ഇപ്പോഴും പ്രതിപക്ഷ പ്രതിഷേധം തുടരുകയാണ്. സഭ വിട്ടിറങ്ങി ചോദ്യോത്തരവേള ബഹിഷ്കരിച്ച പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. വാക്കേറ്റത്തിനടക്കം ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള വാക്കേറ്റത്തിനടക്കം രാവിലെ തന്നെ സഭ സാക്ഷ്യം വഹിച്ചു.